മഹാനും ഭയങ്കരനുമായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന പരമോന്നതനായ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രവും, ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും വിശേഷിച്ച് ശുശ്രൂഷകന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങളും ആദരവോടെ അറിയിക്കുന്നു. നാം ഒരുമിച്ച് കഴിഞ്ഞ ഓഫാക്കിക്കോട്ടെ, ദയവായി ക്ഷമിച്ചാലും. ഇപ്പോ കേൾക്കാമോ? ഓക്കെ ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓണാക്കാം വീഡിയോ. ബാക്കി ദയവായി സഹകരിച്ചാലും. ഇവിടെ ഞാനിരിക്കുന്ന മുറിയിൽ ഒരു റൗട്ടറുണ്ട്, പക്ഷെങ്കിൽ അതിൽ കണക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അടുത്ത വീട്ടിലെ റൗട്ടറിൽ നിന്നാണ് കണക്ഷൻ. അതുകൊണ്ടായി ലാഗിങ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി, ഏകദേശം ഒരു മാസമായി, സെപ്റ്റംബർ അവസാന ദിവസങ്ങൾ മുതൽ ആണെന്ന് എൻ്റെ ഓർമ്മ, അത് ഒക്ടോബർ ആദ്യമായിട്ടാണോ, നമ്മൾ എബ്രായ ലേഖന പഠനം ആരംഭിച്ചു. പുതിയ നിയമത്തിൽ പൊതുവെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത്, മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള, ഏറ്റവും പ്രയാസമുള്ള 2 പുതിയ നിയമ പുസ്തകങ്ങളാണ് വെളിപ്പാട് പുസ്തകവും എബ്രായ ലേഖനവും എന്ന്. വെളിപ്പാട് പുസ്തക 2 ഒക്ടോബറിനായിരുന്നു. താങ്ക് യു ആൻഡി സിസ്റ്റർ. 2 ഒക്ടോബറിനാണ് നമ്മൾ തുടങ്ങിയത്. ഇടയ്ക്ക് ചില ദിവസങ്ങൾ നമുക്ക് ക്ലാസ് കൂടാൻ സാധിക്കാതെ പോയി. കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങളിലും ചില യാത്രകളുണ്ട്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ സഹകരണം ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലെ മനസ്സിലാക്കുവാൻ ഏറെ പ്രയാസമുള്ള 2 പുസ്തകങ്ങളാണ് വെളിപ്പാട് പുസ്തകവും എബ്രായ ലേഖനവും. ചിലർക്ക് വെളിപ്പാട് പുസ്തകത്തെക്കാൾ പ്രയാസമായി തോന്നിയിട്ടുള്ളത് എബ്രായ ലേഖനമാണ്. അതിൽ നമ്മൾ വെളിപ്പാട് പുസ്തക പഠനം ഒരുവിധം അവസാനിപ്പിച്ചു. ഇപ്പോൾ എബ്രായ ലേഖനത്തിലേക്ക് വന്നിരിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത് ദ സുപ്രീമസി ഓഫ് ക്രൈസ്റ്റ് ജീസസ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മറ്റുള്ള ആരേക്കാളും ഉന്നതാവസ്ഥ എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. എബ്രായർ 1-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ കണ്ടത് ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ്. പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ യേശു ക്രിസ്തു നിസ്തുലൻ. അതിൻ്റെ ഒരു മറുഭാഗം നമ്മൾ കണ്ടു. The New Testament saints are superior to the Old Testament fathers or the Old Testament saints. അത് നമ്മൾ ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പിന്റെയും വെളിപ്പാടിന്റെയും വിഷയത്തിലാണ് ഈ സുപ്രീമസി, ഈ ശ്രേഷ്ഠത. So, the excellency of Christ over all others, including angels, patriarchs, Moses, Aaron, and all, and so on. ദൂതന്മാരെക്കാളും പിതാക്കന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും മോശയും അഹരോനും ഉൾപ്പെടെയുള്ള പഴയ നിയമ അധികായന്മാരെക്കാളുമൊക്കെ യേശുക്രിസ്തു ശ്രേഷ്ഠനായിരിക്കുന്നു എന്ന സത്യമാണ് എബ്രായ ലേഖനത്തിലൂടെ ലേഖകൻ വിളിച്ചു പറയുന്നത്.
Not only the supremacy of Christ, but also the excellency of Christ. Not only the excellency of Christ, but the sufficiency of Christ to save the entire humanity. The sufficiency of Christ. So the efficiency and the sufficiency of Christ are the key aspects this epistle is dealing with. ഈ ലേഖനത്തിൽ, എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലത, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തു നമ്മെ രക്ഷിപ്പാൻ മതിയായവൻ, പര്യാപ്തൻ, ക്രിസ്തുവിന്റെ കാര്യക്ഷമതയും യേശുക്രിസ്തുവിന്റെ പര്യാപ്തതയും. ക്രൈസ്റ്റ് alone is enough. We don't need anything or anyone else for our salvation. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് മറ്റ് ആരും വേണ്ട, മറ്റൊന്നും വേണ്ട. എപ്പോഴും ഓർത്തോണം, the efficiency and sufficiency of the scriptures as well as Christ. That can be in this way, the efficiency and sufficiency of the written word and the word that became flesh for our salvation. സ്തോത്രം. എഴുതപ്പെട്ട വചനത്തിന്റെയും ജഡമെടുത്ത വചനമായ ക്രിസ്തുവിന്റെയും നമ്മെ രക്ഷിപ്പാനായിട്ടുള്ള കാര്യക്ഷമതയും പര്യാപ്തതയും നാം എപ്പോഴും ഓർക്കണം, നാം എപ്പോഴും അതിൽ ഉറച്ചിരിക്കണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതേക്കുറിച്ചാണ് ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. ആ 3 വാക്യങ്ങൾ നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഈ 4 വരെ വായിച്ചോളൂ. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. പ്രൈസ് ഗോഡ്. നാം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. 4-ാം വാക്യം മുതൽ നാം കാണുന്നത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതാണ്. അത് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇന്ന് തൊട്ട് വരാമെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെങ്കിലും നമ്മള് തൊടാതിരുന്ന 1-2 വാക്കുകൾ, 1-2 പ്രയോഗങ്ങളും 1 തൊട്ട് 3 വാക്യങ്ങൾ ഇനിയുമുണ്ട്. അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് പരിഗണിച്ചിട്ടേ 4-ാം വാക്യത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ 3-ാം വാക്യം വരെ ഇപ്പൊ കേൾക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. 3-ാം വാക്യം വരെ നാം കണ്ടത് യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളതായിരുന്നു. 2-ാമത്തെ വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ പ്രസ്താവിക്കുന്ന പല നാമങ്ങൾ, പല പേരുകൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ സംബന്ധിക്കുന്ന 13ഓളം കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞാനത് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ പ്രകീർത്തിക്കുന്ന
അല്ലേ? 13 കാര്യങ്ങളല്ലായിരുന്നോ? ഞാൻ അതെ. എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, അതെ സ്തോത്രം. പാസ്റ്റർ. ഓക്കെ, അത് ക്രമത്തിന് എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു വിട്ടേക്കാമോ? വായിച്ചോ, പറഞ്ഞു വിട്ടേരെ. അന്തിമവും പരവുമായ വെളിപ്പാടൊന്ന്. അയ്യാ, പുത്രൻ, 2 പുത്രൻ, സകലത്തിന്റെയും അവകാശി, ദൈവത്താൽ ആക്കിവെച്ചു, സകലത്തിന്റെയും സ്രഷ്ടാവ്, ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭ, ദൈവത്തിന്റെ തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ അല്ലെങ്കിൽ പരിപാലകൻ, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയവൻ, അതായത് വീണ്ടെടുപ്പുകാരൻ, മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവൻ. പത്തെണ്ണമായി. പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, ഉയർത്തപ്പെട്ടവൻ, ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. അപ്പം ഈ വിധമായ മശിഹായുടെ, ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നാം കണ്ടത് യേശുക്രിസ്തു മഹിമയുടെ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നവൻ. ഉയരത്തിൽ മഹിമയുടെ വലഭാഗം എന്നത്, അല്ലെങ്കിൽ ഉയരത്തിൽ മഹിമ എന്നത് നമ്മൾ കണ്ടു ദൈവത്തിന്റെ ഒരു പേരാ. Another name for God is on high, at the, or the majesty on high. Majesty on high is God himself. ഉയരത്തിൽ മഹിമ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് തന്നെയാണ്. ദൈവം. സ്തോത്രം. അപ്പോ യേശുക്രിസ്തു മഹിമയുടെ വലഭാഗെ, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവൻ, ഇരിക്കുന്നവൻ. അതിൽ നാം ഏറ്റവും ഒടുവിലായിട്ട് കണ്ടു, ഇരിക്കുന്നു എന്നതുകൊണ്ട് പാസീവായി യേശു ഇരിക്കുന്നു, വേറെ ഒരു പണിയില്ല, എല്ലാം കഴിഞ്ഞ് അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുക എന്ന് കരുതരുത്. അതിലാണ് നാം കണ്ടത് ക്രിസ്തു ഉയർത്തപ്പെട്ടനന്തരം, he is exalted right after his exaltation. Okay, right after his crucifixion he was resurrected. Right after his resurrection he was ascended. As he was ascended he was exalted on high. Okay, ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത അനന്തരം ക്രിസ്തുവിനെ പിതാവ് തേജസ്കരിച്ചു, മഹത്വപ്പെടുത്തി, ഉയർത്തി, ഏറ്റവും ഉയർത്തി, ഏറ്റവും ഉയർന്ന നാമം നൽകി. സകലത്തിനും മീതെ യേശുവിനെ തലയാക്കി വെച്ചു. അതെല്ലാം നമ്മൾ കണ്ടു. ഇതെല്ലാം തന്നെ ആ 3-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നതുമായി ബന്ധപ്പെട്ടതാണ്. യേശു മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്നത് ഇറ്റ് ഷോസ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഇൻ റിഗാർഡ് വിത്ത് ഹ്യൂമൻ റിഡംഷൻ. മനുഷ്യരുടെ വീണ്ടെടുപ്പുമായുള്ള ബന്ധത്തിൽ യേശുക്രിസ്തുവിന്റെ നിവർത്തിക്കപ്പെട്ട, പൂർത്തീകരിക്കപ്പെട്ട പ്രവൃത്തിയെയാണ് ഇരുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നാം അതിൽ കാണുകയുണ്ടായി, മഹാപുരോഹിതന്മാർ, അഹരോൻ തുടങ്ങിയുള്ള ഒരു മഹാപുരോഹിതനും, ഏറ്റവും ഒടുവിലത്തെ മഹാപുരോഹിതന്മാരായി നമ്മൾ സുവിശേഷ ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഹന്നാവും കയ്യഫാവുമാണ്. ഏറ്റവും ആദ്യത്തെ മഹാപുരോഹിതനായി നാം കാണുന്നത് അഹരോന്യ മഹാപൗരോഹിത്യത്തിൽ അഹരോൻ തന്നെയാണ്. അപ്പോൾ അഹരോൻ തുടങ്ങി
ഹന്നാവും കയ്യഫാവും വരെയുള്ള ഒരു മഹാപുരോഹിതനും അതിവിശുദ്ധ സ്ഥലത്ത് മഹാപാപ പരിഹാര യാഗം അല്ലെങ്കിൽ യാഗരക്തം തളിച്ച ശേഷം ഇരുന്നില്ല. ആരും ഇരുന്നിട്ടില്ല. മഹാവിശുദ്ധ സ്ഥലത്ത്, അതിപരിശുദ്ധ സ്ഥലത്ത് ഇരിക്കാനുള്ള ഇരിപ്പിടമൊന്നുമില്ല. മഹാപുരോഹിതന്മാർക്ക് ഇരിക്കാൻ കൃപാസനമുണ്ട്, അത് ദൈവസിംഹാസനമാണ്. അല്ലാതെ മഹാപുരോഹിതന്മാർക്ക് ഇരിക്കാൻ അവിടെ സ്ഥലമില്ല. കാരണം അവിടെ പ്രവേശിക്കുന്ന ഒരു മഹാപുരോഹിതനും മനുഷ്യന്റെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു ഇരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ ഏക ശരീരയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധ്യമായി എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ 3 പദങ്ങൾ ശ്രദ്ധിച്ചത്. ജീസസ് died for once for all and he wrought the salvation or redemption or forgiveness forever. ആ 3 പദങ്ങൾ എപ്പോഴും നാം ഓർത്തിരിക്കേണ്ടതാണ്. സ്തോത്രം. അവൻ ഒരിക്കലായി മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ വൺ ഫോർ എവർ, ഒരിക്കലായി എല്ലാവർക്കും വേണ്ടി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചതിൻ്റെ വളരെ കൃത്യതയാർന്ന പ്രയോഗമാണ് ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നുള്ളത്. കേൾക്കാമല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഇടയ്ക്ക് വീണ്ടും ഇങ്ങനെ എഴുതി കാണിച്ചു അൺസ്റ്റേബിൾ ആണെന്ന്. സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ ഫിനിഷ്ഡ് വർക്ക് ഓഫ് റിഡംഷൻ, പൂർത്തീകരിക്കപ്പെട്ട രക്ഷണ്യ പ്രവൃത്തിയാണ് അവിടെ നാം കാണുന്നത്. അതായിരുന്നു നാം ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത്. അതിനു വേണ്ടിയായിരുന്നു. സ്തോത്രം. പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും അതിനു വേണ്ടി തന്നെയായിരുന്നു. എന്തിനു വേണ്ടി? ന്യായപ്രമാണത്തിന് സാധിക്കാഞ്ഞതിനെ അല്ലെങ്കിൽ കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ഒന്നും കൂടെ വായിച്ചാട്ടെ. റോമൻസ് 8:3. റോമർ 8:3 വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധി. പ്രൈസ് ഗോഡ്. സ്തോത്രം. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ, അല്ലെ കഴിയാഞ്ഞത് മാത്രമല്ല, ഇനി കുറെ കാലം കൂടെ കൊടുത്താലും ന്യായപ്രമാണത്തിന് കഴിയില്ല. സ്തോത്രം. ഇപ്പാനാണ് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചിട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിൽ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. സ്തോത്രം. അതാണ് നാം കാണുന്നത്. ഉയരത്തിൽ ഇരുന്നു. അതുപോലെ ക്രിസ്തു ഇപ്പോഴും നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിക്കൊണ്ടിരിക്കുന്നെന്ന് 1 യോഹന്നാൻ 2-ാം 1-2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. സ്തോത്രം. ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ ദ propitiation of our sins, not only of our sins but of the entire world. നമ്മുടേതിന് മാത്രമല്ല, മുഴു ലോകത്തിൻ്റെയും പാപത്തിന് യേശു ക്രിസ്തു
പ്രായശ്ചിത്തമായിരിക്കുന്നു. സ്തോത്രം. അതാണ് ആ 3-ാം വാക്യത്തിന്റെ അർത്ഥം. ഇതുവരെ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എന്തിൻ്റെയെങ്കിലും വിശദീകരണം? ഇല്ലെങ്കിൽ ശരി, ഇല്ലെങ്കിൽ നമുക്ക് ഈ 3 വാക്യങ്ങളിൽ നിന്ന് കാണുന്ന മറ്റൊരു പ്രയോഗവും കൂടെ നോക്കാം. ഒന്നും കൂടെ 1-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചാട്ടെ. ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ നിർത്തണം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. അന്തിക്കണേ സാലി സിസ്റ്ററെ, അതിന്റെ തുടക്കം തന്നെ കണ്ടോ? ദൈവം പണ്ട്. പണ്ട് എപ്പോഴാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ന് നമ്മൾ മറ്റൊരു പ്രയോഗവുമായിട്ട് അതിനെ ഒന്ന് തട്ടിച്ചു നോക്കുകയാണ്. അപ്പൊ പണ്ട് എന്ന് പറയുന്നത് വായിച്ചാട്ടെ. മറ്റൊരു പ്രയോഗം അവിടെയുണ്ട്. സാലി സിസ്റ്ററെ വായിച്ചോ. ബാക്കി പാസ്റ്റർ പറഞ്ഞത് ക്ലിയർ ആയിട്ടില്ല. അവിടെ ഇപ്പൊ കേൾക്കാമോ? കേക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ. നമ്മൾ അവിടെ കണ്ടല്ലോ, ദൈവം പണ്ട്. പണ്ട് എന്ന് പറയുന്നത് ഒരു കാലത്തെ കുറിക്കുന്നു. കാലം എന്ന് പറഞ്ഞാൽ സമയം. 2 പ്രയോഗങ്ങൾ അല്ലെങ്കിൽ 2 സമയങ്ങളെ കുറിച്ച് ഈ വാക്യങ്ങളിലുണ്ട്. അതാണ് നാം ഇനി നോക്കുന്നത്. 2 സമയങ്ങൾ. അതിൽ ഒന്ന് പണ്ട് എന്നൊരു പ്രയോഗമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാണ്. എങ്കിൽ കൂടെ അടുത്തൊരു പ്രയോഗവും കൂടെ നമുക്ക് നോക്കാം. പണ്ട്. ഇനി വായിച്ചു ബാക്കി. പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. ബാക്കി അടുത്ത സമയം വന്നില്ല. ഈ അന്ത്യകാലത്ത് മതി. അടുത്ത സമയമാണ് ഈ അന്ത്യകാലത്ത്. കണ്ടോ, 2 കാലങ്ങൾ. ഒന്ന് പണ്ട് എന്നൊരു കാലം, മറ്റൊന്ന് ഈ അന്ത്യകാലം എന്നൊരു കാലം. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് യഹൂദന്മാരുടെ ഒരു ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ പ്രയോഗമാണ്. യഹൂദന്മാരുടെ ചിന്താഗതി. യഹൂദന്മാർ കാലത്തെ പ്രധാനമായും, കാലത്തെ എന്ന് പറഞ്ഞാൽ സമയത്തെ, കാലഘട്ടത്തെ എന്നർത്ഥം. കാലഘട്ടത്തെ യഹൂദന്മാർ പൊതുവായി 2ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് സാധാരണ കാലം, മറ്റൊന്ന് അന്ത്യകാലം. ഈ അന്ത്യകാലം എന്ന് പറയുന്നത്, അതിനെ ഏറ്റവും ചുരുക്കമായ വാക്കുകളിൽ പറഞ്ഞാൽ ദ മെസ്സിയാനിക് ഏജ് എന്ന് വിളിക്കാം. ദ മെസ്സിയാനിക് ഏജ്, മശിഹ കാലഘട്ടം എന്നാണ് അതിന്റെ അർത്ഥം. മശിഹ കാലഘട്ടം, മശിഹയുടെ കാലം. ഇതാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അന്ത്യകാലം യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് അന്ത്യകാലം എന്ന് പറയുന്നത് മശിഹൈക കാലം, മെസ്സിയാനിക് ഏജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ട്
So here we have a contrast of time by the usages of pand in the ancient times or the time past, and in these last days. Yeah, in these last days. അപ്പോൾ ഈ ലാസ്റ്റ് ഡേയ്സ് അഥവാ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ മശിഹ വെളിപ്പെടുന്ന, പ്രത്യക്ഷപ്പെടുന്ന കാലം. നമുക്കതിനെ ഏറ്റവും ഹ്രസ്വമായി പറഞ്ഞാൽ, ഏറ്റവും മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒന്നാം വരവിനും രണ്ടാം വരവിനും ഇടയിലുള്ള കാലഘട്ടം, ഇതാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. The last time, last days means that the duration between Messiah's first advent and the second advent. യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിനും തേജസ്സിന്റെ ഭൂകാലഘട്ടത്തെയാണ് അന്ത്യകാലം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ അന്ത്യകാലം എന്ന് തുടങ്ങി? Started as the first advent of Jesus Christ. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവോടുകൂടെ, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോടുകൂടെ, ബൈ ദ ഫസ്റ്റ് അഡ്വന്റ് ഓഫ് ക്രൈസ്റ്റ് ആസ് എ ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് വേൾഡ്. നോർമൽ ഭാഷയിൽ ഇൻകാർണേഷൻ എന്ന് വിളിക്കാറുണ്ട്. നമ്മളതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്തുവിന്റെ ജഡധാരണം, മനുഷ്യപ്പിറവി, മനുഷ്യനായി ക്രിസ്തു ഭൂമിയിൽ വന്നത് മുതൽ ഇനിയും ഭരിക്കുവാൻ വേണ്ടി ക്രിസ്തു ഭൂമിയിൽ വരുന്നത് വരെയുള്ള കാലഘട്ടത്തിന്റെ പേരാണ് അന്ത്യകാലം. അതൊരു കാലഘട്ടമാണ്. ഇറ്റ്സ് എ ടൈം, എ പെർട്ടിക്കുലർ ടൈം, എ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് ടൈം. ഇതാണ് യഹൂദന്റെ ചിന്താഗതി, മശിഹ വരുന്ന കാലം. പക്ഷെ യഹൂദന്റെ ചിന്താഗതിക്ക് അനുസരിച്ചായിരുന്നില്ല നമ്മുടെ മശിഹ വന്നത്. അതുകൊണ്ട് അവർക്ക് യേശുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാതെ പോയി എന്ന് മാത്രം. സ്തോത്രം. അപ്പോ ക്രിസ്തു ഭൂമിയിൽ വന്നു. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് ഈ കാര്യം പറഞ്ഞത്. സ്തോത്രം. എന്താ പറഞ്ഞത്? പെന്തക്കോസ്ത് നാളിൽ അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് അവിടെ കൂടി വന്ന യഹൂദന്മാർ അതും ഇതുമൊക്കെ പറഞ്ഞപ്പോൾ ഇവരെ പുതുവീഞ്ഞ് കുടിച്ച് മത്തരായിരിക്കുകയാണ്, ലക്ക് കെട്ടാണ് ഈ പരിപാടിയൊക്കെ കാണിക്കുന്നതെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങള് വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുകയല്ല. ഇതൊരു പ്രവചന നിവൃത്തിയാണ്. നമുക്കറിയാവുന്ന പ്രവചനമായി യോവേൽ പ്രവാചകൻ പ്രവചിച്ചത്, ഞാൻ അന്ത്യകാലത്ത് എന്റെ ആത്മാവിനെ പകരും. സ്തോത്രം. നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും 1 പത്രോസ് 1-ാം അധ്യായം 20-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 1 Peter 1:20. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. കണ്ടോ?
യഹൂദന്മാരോട് പത്രോസ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യഹൂദ വിശ്വാസികൾക്ക് പത്രോസ് കത്തെഴുതിയപ്പോൾ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തെ പറ്റി പറഞ്ഞതാ. ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവൻ ആയിരുന്നു. എന്നാൽ എപ്പോഴാ വെളിപ്പെട്ടത്? ഈ അന്ത്യകാലത്ത്. ഈ അന്ത്യകാലത്ത്. അതാണ് യേശുക്രിസ്തു അല്ലെങ്കിൽ മശിഹ ഈ ഭൂമിയിൽ വെളിപ്പെട്ട നാൾ എന്ന് അതിനെ നാം വിളിക്കുന്നു. സ്തോത്രം. മശിഹായുടെ ഈ ഭൂമിയിലെ പ്രത്യക്ഷത. സ്തോത്രം. മശിഹായുടെ ഈ ഭൂമിയിലെ പ്രത്യക്ഷത. അങ്ങനെയാണെങ്കിൽ പണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം അന്ത്യകാലം എന്നത് മശിഹ ഭൂമിയിൽ പിറന്ന പ്രത്യക്ഷപ്പെട്ട കാലഘട്ടമാണെങ്കിൽ, പണ്ട് എന്ന് ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചതിന്റെ അർത്ഥം അതെ, മശിഹ ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുൻപുള്ള കാലഘട്ടം. The time or the dispensation or the age before messianic age. മശിഹൈക കാലഘട്ടത്തിന് മുമ്പ് എന്നർത്ഥം. പ്രത്യേകിച്ചും മലാഖി വരെയുള്ള കാലഘട്ടങ്ങളെയാണ് ആ പണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം മലാഖിക്ക് ശേഷം പിന്നെ ഇസ്രായേലിൽ ഒരു പ്രവാചക ശബ്ദം മുഴങ്ങിയതിന് രേഖകളില്ല. ആ ഒരു 400 വർഷത്തെ ഇടവേള, മലാഖി ടു മാത്യു, മലാഖി മുതൽ മത്തായി വരെയുള്ള 400 വർഷം സൈലന്റ് പീരീഡ് എന്നാണ് അതറിയപ്പെടുന്നത്. ദൈവം തന്റെ ജനത്തോട് ചരിത്രപരമായി ഇടപെട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടം. ഒരു പ്രവാചകനും എഴുന്നേറ്റിട്ടില്ലാത്ത ഒരു കാലഘട്ടം. ദൈവത്തിന് തന്റെ ജനത്തോട് സംസാരിപ്പാൻ മനസ്സില്ലാതിരുന്ന ഒരു കാലം. ദൈവം തന്റെ ജനത്തോട് മൗനം ദീക്ഷിച്ച ഒരു കാലം. എ സൈലന്റ് പീരീഡ്. ബൈബിൾ സ്കൂളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് തന്നെ വിളിക്കും. പഴയ പുതിയ നിയമങ്ങൾക്ക് ഇടയിലുള്ള കാലഘട്ടം. മത്തായിക്കും മലാഖിക്കും ഇടയിൽ ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് വിളിക്കും. അന്ന് ഒത്തിരി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ദൈവം അയച്ച പ്രവാചകന്മാരാരും തന്നെ ദൈവജനത്തോട് അരുളപ്പാടുകൾ അറിയിച്ചിട്ടുള്ളതായി രേഖകളില്ല. ആ സൈലന്റ് കാലഘട്ടം, ആ ദൈവത്തിൻ്റെ മൗന കാലഘട്ടം ഏറ്റവും പ്രയാസകരമായ ഒരു സമയമാണ്. ദൈവം സംസാരിക്കാതിരിക്കുന്ന കാലമെന്ന് പറയുന്നത്. സ്തോത്രം. A positive fear of God's people is the silence of God. ദൈവം എന്നോട് മിണ്ടാതിരിക്കുന്ന ഒരു കാലഘട്ടം, ഞാൻ ചോദിച്ചാലും എന്നോട് പറയാതിരിക്കുന്ന, വിളിച്ചാലും കേൾക്കാതിരിക്കുന്ന ഒരു സമയം എൻ്റെ ഹൃദയത്തെ പപ്പടം പോലെ ഉടച്ചു കളയുന്ന ഒരു സംഭവമാണ്. നാം ഭയപ്പെടേണ്ടതാണത്. അപ്പോൾ ആ കാലഘട്ടത്തെയാണ് ഇവിടെ പണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കാരണം ആ മലാഖിക്ക് ശേഷം ഇങ്ങോട്ട് പ്രവാചക ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അപ്പോൾ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു എന്ന് പറയുന്ന ആ പണ്ട് കാലം
ദൈവം പ്രവാചകന്മാരെ അയക്കുന്നത് നിർത്തിയതിനു മുമ്പുള്ള കാലമാണ്. അതുകൊണ്ട് മലാഖിക്ക് മുൻപുള്ള കാലം. എന്നാൽ അന്ത്യകാലം എന്നത് ഈ 4 നൂറ്റാണ്ടുകൾ 400 വർഷത്തെ മൗനത്തിന് ശേഷം ദൈവം ഇടപെടുന്ന, ദൈവം സംസാരിക്കുന്ന ഒരു സമയം. അതും അന്ന് ദൈവം സംസാരിക്കുന്നത് പണ്ടത്തെ പോലെ പ്രവാചകന്മാരിലൂടെ അല്ല. പുതിയ നിയമ പുസ്തകങ്ങളിൽ നാം ആദ്യം കാണുന്ന 2 പ്രധാന ദൈവീക ഇടപെടലുകളുണ്ട്. In the New Testament pages, the pages of Matthew on, we have 2 particular divine interventions, but both of them were not through prophets. നമുക്കറിയാം ഏതൊക്കെയാണെന്ന്. അദ്ദേഹത്തിന്റെ പിതാവായ, കേൾക്കാമോ? കേൾക്കാം, ഓക്കെ. സ്നാപക യോഹന്നാന്റെ ജനനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ മഹാപുരോഹിതനും കൂടിയായ പിതാവിനോട് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് ദൂത ഇടപെടലുണ്ടായി. ഏഞ്ചലിക് ഇന്റർവെൻഷൻ വാസ് ദെയർ വിത്ത് Zechariah, the father of John the Baptist. There was no prophetical intervention. പ്രവാചകന്മാരിലൂടെ അല്ല അവിടെയും ഇടപെടൽ നടന്നത്, ദൂതനിലൂടെ. രണ്ടാമത് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് മറിയയോടും യോസേഫിനോടും ഇടപെട്ടത് പ്രവാചകന്മാരല്ല, ദൂതന്മാരാ. അപ്പൊ മലാഖിക്ക് ശേഷം നമ്മൾ പിന്നെ അങ്ങനെ പ്രവാചകന്മാർ വ്യക്തികളോട് ഇടപെടുന്നത് കാണുന്നില്ല. പുതിയ നിയമത്തിലും പ്രവാചകന്മാർ ഉണ്ടായിരുന്നു കേട്ടോ, പ്രവാചകന്മാരില്ലായിരുന്നെന്നല്ല അർത്ഥം. പക്ഷേ പഴയ നിയമ കാലഘട്ടത്തിൽ ഇടപെട്ടതുപോലെയുള്ള ഇടപെടൽ മലാഖിക്ക് ശേഷം പ്രവാചകന്മാരിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പുതിയ നിയമത്തിൽ പൗലോസിനോടുമൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ മശിഹായുടെ വെളിപ്പാട്, മശിഹായുടെ വരവുമായൊന്നും ബന്ധപ്പെട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. അതാണ് പണ്ട് എന്നതുകൊണ്ടും ഈ അന്ത്യകാലത്ത് എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്. സ്തോത്രം, ഈ അന്ത്യകാലത്ത്. അപ്പോൾ നമ്മളും അതുകൊണ്ടാണ് പറയുന്നത്, ജീവിക്കുന്നത് ഏത് കാലത്തിലാണ്? അന്ത്യകാലത്തിലാണ്. അപ്പോൾ ഈ അന്ത്യകാലം തുടങ്ങിയത് യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തോടുകൂടെ, ഭൂമിയിലെ വരവോടുകൂടെ ആണെങ്കിൽ നാം ഇന്ന് എത്തി നിൽക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിലാണ്. നാം അതിൻ്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് വന്നിരിക്കുക, താളുകളിലേക്ക് വന്നിരിക്കുക. അതൊരു അന്ത്യകാലമായിരുന്നെങ്കിൽ ഇത് അന്ത്യ നാളുകളിലേക്ക് വന്നിരിക്കുക. സ്തോത്രം. അപ്പം അത്രയ്ക്കും ഈ കാലഘട്ടം തീരാറായിരിക്കുന്നു. അന്ത്യകാലം തീരാറായി. ഈ അന്ത്യകാലം തീർന്നാൽ പിന്നെ പുതിയ യുഗത്തിന്റെ പിറവിയ. സ്തോത്രം. ആ പുതുയുഗത്തിന്റെ പിറവി എന്ന് പറയുന്നത് മശിഹ ഈ ഭൂമിയിൽ രാജാവായി ഭരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സമയമായിരിക്കും. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? മശിഹായുടെ ഭൂമിയിലേക്കുള്ള വരവ് അന്ത്യകാലം. ഒന്നാം വരവോടെ അത് തുടങ്ങി, രണ്ടാം വരവോടെ അത് പൂർത്തിയാകും.
അന്ത്യകാലം പൂർത്തിയാകുന്നതോടുകൂടെ പിന്നെ പുതുയുഗം വിരിയുകയാണ്. നമ്മൾ പാട്ട് പാടുന്നത് പോലെ പുതിയ യുഗം വിരിയുന്നു. ആ പുതിയ യുഗം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ സ്ഥാപന കാലമാണ്. ദൈവം തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന സമയമാണ്. സകല മാനുഷ ഭരണകൂടങ്ങളെയും മാറ്റിയിട്ട് ദൈവം തന്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിക്കും. ആ രാജ്യത്തിന്റെ പേര് നിത്യരാജ്യം എന്നാണ്. ആ രാജ്യത്തിന്റെ പേര് ഇളകാത്ത രാജ്യം എന്നാണ്. ആ രാജ്യത്തിന്റെ പേര് ദൈവരാജ്യം എന്നാണ്. സ്തോത്രം. നിത്യരാജ്യം, ഇളകാത്ത രാജ്യം, ദൈവരാജ്യം. സ്തോത്രം. അതിനെ ക്രിസ്തുവിന്റെ രാജ്യമെന്നും വിളിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ രാജ്യം. കർത്താവായ യേശു രാജാവായി വാഴുന്ന കാലം, ക്രിസ്തുവിന്റെ രാജ്യം. സ്തോത്രം. അപ്പോ പൗലോസ്ലീഹ അതിനെ ക്രിസ്തുവിന്റെ രാജ്യം എന്നും കൂടെ വിളിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം 4 മുതലാ തുടങ്ങുന്നത്. 4 തൊട്ടങ്ങ് വായിച്ചു. അല്ലെങ്കിൽ Ephesians 5:4 following, 4 and 5. Nor should there be Nor foolish talk, nor crude joking, which are out of place, but instead let there be thanksgiving. For you may be sure of this, that everyone who is sexually immoral or poor, or impure, or who is covetous, that is an idolater, has no inheritance in the kingdom of Christ and God. Kingdom of Christ and of God. ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യം. അപ്പോൾ നമ്മൾ, സ്തോത്രം, വിശുദ്ധന്മാർ ഈ കാലഘട്ടത്തിൽ കാത്തിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ തന്നെ നാം അതേക്കുറിച്ച് അങ്ങനെയാണ് വായിക്കുന്നത്. നേരത്തെയും നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഈ സന്ദർഭത്തിലും ഒന്ന് വായിച്ച് അങ്ങ് വിടാം. 12-ാമത്തെ അധ്യായം, ഹീബ്രൂസ് 12 വേഴ്സ് 28, 28-ാമത്തെ വാക്യം. 12:28. 12 രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യും. സ്തോത്രം. ഇളകാത്ത രാജ്യം. ബാക്കിയുള്ള സകല രാജ്യങ്ങളും ഇളകും. ഏതു ഭരണകൂടവും ഇളകും. KV സൈമൺ സാർ പാടിയതുപോലെ തങ്കം കൊണ്ടുള്ള തലയും പിന്നെ സിംഹരാജനുമായിട്ട് കാണപ്പെട്ട ബാബിലോൺ ഒരു പുരുഷായുസ് പോലും ഭരിക്കാൻ കഴിഞ്ഞില്ല മനുഷ്യന്. 70 വർഷം പോലും ആ സാമ്രാജ്യം നിലനിന്നില്ല. ലോകം മുഴുവനും പിടിച്ചടക്കിയ മഹാനായ അലക്സാണ്ടർ കഷ്ടിച്ചു 10 വർഷമേ ഭരിക്കാൻ കഴിഞ്ഞുള്ളൂ. കഷ്ടിച്ച്. തന്റെ മരണശേഷം ആ സാമ്രാജ്യം തന്റെ കുടുംബത്തിൽ ആർക്കും കിട്ടിയില്ല. ദാനിയേൽ കണ്ടതുപോലെ. ഇങ്ങനെ ബാബിലോണും മേദ്യപെർഷ്യയും ഗ്രീസും റോമും എല്ലാം ഒന്ന്
മറ്റൊന്നിനായിട്ട് മാറിപ്പോയി. അതും തങ്ങളെക്കാൾ താഴ്ന്നവർക്കാണ് തങ്ങൾ കൈമാറിയിട്ട് പോയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ലോക സാമ്രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാബിലോൺ വാസ് ദ ടോപ്പ് മോസ്റ്റ്, figured by the head and gold, otherwise golden head we can say. നെബൂഖദ്നേസർ രാജാവ് ദാനിയേൽ 2-ാം അധ്യായത്തിൽ കണ്ട വരുവാനുള്ള 4 ലോക സാമ്രാജ്യങ്ങളുടെ ദർശനത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു വലിയ ബിംബം, അതിന്റെ തല അവിടുന്ന് തുടങ്ങിയത്, താഴെ നില. നമ്മൾ തുടങ്ങിയ താഴെ നിന്ന് തുടങ്ങുള്ളൂ. ദൈവം തുടങ്ങിയത് മുകളിൽ നിന്ന്, തലയിൽ നിന്ന് താഴോട്ടാ വന്നത്. തല ബാബിലോൺ. ഇതിന് തലയോളം പ്രസക്തമല്ലല്ലോ തലയ്ക്ക് താഴെയുള്ള സാധനങ്ങൾ, ഉടൽ. അപ്പം ഓരോ സാമ്രാജ്യവും തങ്ങളെക്കാൾ താണവർക്കാണ് കൈമാറ്റം ചെയ്തത്, അല്ലെങ്കിൽ തങ്ങളെക്കാൾ താണവരാണ് ഈ സാമ്രാജ്യങ്ങളെ കീഴടക്കിയത്. സ്വർണത്തെ കീഴടക്കിയത് വെള്ളി, വെള്ളിയെ കീഴടക്കിയത് താമ്രം, താമ്രത്തെ കീഴ്പ്പെടുത്തിയത് ഇരുമ്പും കളിമണ്ണും. സ്തോത്രം. കണ്ടോ? എന്നാൽ ഇങ്ങനെ തങ്ങളെക്കാൾ താണവർക്ക് വിട്ടിട്ട് പോയ ലോക സാമ്രാജ്യങ്ങളെ പോലെയല്ല നമ്മുടെ കർത്താവ് അന്ത്യകാലത്തിന്റെ അന്ത്യത്തിൽ സ്ഥാപിപ്പാനിരിക്കുന്ന തൻ്റെ നിത്യ രാജ്യത്വം എന്ന് പറയുന്നത്. സ്തോത്രം. നിത്യരാജ്യത്വം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് പണ്ട് എന്ന കാലവും അന്ത്യകാലം എന്ന കാലവും തമ്മിലുള്ള ഒരു താരതമ്യം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല. എങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം വിടാം എന്ന കർത്താവിൽ ആശിക്കുന്നു. നമ്മൾ കണ്ടുവല്ലോ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ നിസ്തുലതയെക്കുറിച്ച്. അവർ ഡെയിലി ബ്രെഡ് എന്ന പുസ്തകം ഒരുപക്ഷെ നിങ്ങളൊക്കെ പലതും വായിച്ചിട്ടുണ്ടാവാം. അതിൽ ഡേവ് ബ്രാനോൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയുമായി ബന്ധപ്പെട്ട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സ്തോത്രം. ഇൻ ദിസ് എപ്പിസൽ we can see the uniqueness of Christ. Uniqueness of Christ. യേശുക്രിസ്തുവിന്റെ നിസ്തുലത. അദ്ദേഹം ആ റൈറ്റപ്പിൽ പറയുന്ന കാര്യം ഞാൻ ഒന്ന് വായിച്ചു വിടാം. ജീസസ് യുണീക്ക് ഇൻ ഓൾ ദ വേൾഡ്. മുഴുലോകത്തിലും ക്രിസ്തു നിസ്തുലൻ. A new Christian sent an email to a website that answers questions about faith. She said, I struggle with the claim of other Christians that Jesus Christ is the only way to heaven and to God. What will happen to those who believe otherwise? അദ്ദേഹം പറയുന്നത് ആരോ ഒരാൾ അയച്ച ഒരു ഇമെയിലിനെ കുറിച്ച്. ചോദ്യം ഇതാണ്,
ക്രിസ്ത്യാനികള് പറയുന്നു യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിങ്കിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ഏക വഴി. അങ്ങനെയായാൽ മറ്റുള്ളവരുടെ ഗതി എന്താകും? Here, this kind of question challenges us to examine our view of Jesus. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളെ കുറിച്ച് വീണ്ടും ചിന്തിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. A scriptural review of Jesus and his uniqueness can help us stand strong in our belief that he is the only way. യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം, തിരുവെഴുത്തുകൾ പറയുന്നത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെ നമ്മൾ സംശയിക്കില്ല. യേശു മാത്രം കർത്താവെന്നും യേശു മാത്രം ദൈവത്തിങ്കലേക്കും രക്ഷയ്ക്കുമുള്ള വഴി, വാതിൽ എന്നും പറയാൻ, വിശ്വസിക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും കാണില്ല. അതിനുശേഷമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ജീസസ് ഈസ് അൺമാച്ച്ഡ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ ക്രിസ്തു അനുപമനാണ്. He is unmatched. No one matches with him in anything. ഒന്നിലും ആരും നമ്മുടെ കർത്താവിനോട് തുല്യരല്ല. നിസ്തുലനാണവൻ. എന്നിട്ട് അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്ന കാര്യമാണ്, സ്തോത്രം, ജീസസ് ക്രൈസ്റ്റ്, ഇറ്റ് സേസ് his very being cries out for us to entrust our lives to him. ക്രിസ്തുവിന്റെ നിസ്തുലത നമ്മോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവങ്കൽ ഭരമേൽപ്പിക്കുക എന്ന്. അതിന് കാരണം പറയുകയാണ്, because Jesus Christ is unique in substance. First of all, Christ uniqueness in his substance. യേശുക്രിസ്തുവിന്റെ അന്തസത്തയിൽ അവൻ നിസ്തുലനാണ്. എന്താണ് ക്രിസ്തുവിന്റെ സബ്സ്റ്റൻസ്, അന്തസത്ത? നമ്മൾ ഈ വാക്യങ്ങളിൽ കണ്ടതുപോലെ he alone is both God and man. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. സ്തോത്രം. He is unique in his substance. ക്രിസ്തുവിന്റെ അന്തസത്ത, പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ. തന്റെ ആളത്വത്തിൽ ക്രിസ്തു നിസ്തുലനാണ്. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. സ്തോത്രം. പെട്ടെന്നൊന്ന് വായിച്ചു വിടാമോ? 10:30 ജോൺ. യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. അവരെന്താ പറഞ്ഞേ? യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. ക്രിസ്തുവിന്റെ ദൈവത്വവും ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിച്ച ആളത്വമാണ് ക്രിസ്തു. സ്തോത്രം. വിവരിക്കാൻ നമുക്ക് മുമ്പോട്ട് ചിലപ്പോൾ സമയങ്ങൾ കിട്ടിയേക്കും. അതുകൊണ്ട് വിവരിക്കാതെ ഞാനത് പറഞ്ഞു മാത്രം വിടാം. രണ്ടാമത് പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് യുണീക്ക് ഇൻ പ്രോഫസി. Christ is unique in prophecy. Means no other person's life was foretold so clearly and accurately. ക്രിസ്തുവിന്റെ നിസ്തുലത പ്രവചനത്തിൽ എന്ന് വെച്ചാൽ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ അച്ചട്ടായിട്ട് പ്രവചനങ്ങൾ നിറവേറി
ഭൂമിയിൽ പിറന്ന ജീവിച്ച ക്രിസ്തുവിനെ പോലെ മറ്റൊരാൾ ഇല്ല. മീഖ, ഒത്തിരി പ്രവചനങ്ങളുണ്ടല്ലോ, ഒത്തിരി നൂറുകണക്കിന് പ്രവചനങ്ങൾ. മീഖ 5:2 വാക്യം, മൈഖ 5:2. സ്തോത്രം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. കണ്ടോ? ഇതൊന്നും എടുത്തു പറയാതെ ദൈവമക്കൾക്കറിയാമല്ലോ ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള പ്രവചനം. വിവരിക്കാതെ പോകുന്നു. 3, ക്രൈസ്റ്റ് യുണീക്ക് ഇൻ ഹിസ് മിഷൻ. തന്റെ ദൗത്യത്തിൽ ക്രിസ്തു നിസ്തുലൻ. സ്തോത്രം. What was the utmost mission Christ was entrusted with? Redemption of mankind. മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന മഹാദൗത്യവുമായി വന്ന് നിവർത്തിച്ചത് ക്രിസ്തുവ. അങ്ങനെയെങ്കിൽ മനുഷ്യനെ വീണ്ടെടുക്കുന്ന തന്റെ ദൗത്യത്തിൽ ക്രിസ്തുവിനോട് തുല്യം ചൊല്ലാൻ വേറെ ആരുമില്ല. തന്റെ ദൗത്യ നിർവഹണത്തിൽ ക്രിസ്തു നിസ്തുലനാണ്. സ്തോത്രം. മാത്യു 1:21, മത്തായി 1:21 നമുക്കറിയാം. യേശു എന്ന നീ അവന് പേരിടണം. എന്തുകൊണ്ടെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. സ്തോത്രം. അപ്പോൾ ക്രിസ്തു തന്റെ ദൗത്യത്തിൽ അനുപമനാണ്, നിസ്തുലനാണ്. യുണീക്ക് ഇൻ ഹിസ് എബിലിറ്റി. തന്റെ പ്രാപ്തിയിൽ ക്രിസ്തു നിസ്തുലൻ. സ്തോത്രം. തന്റെ പ്രാപ്തി. Otherwise, his authority, his ability. സ്തോത്രം. Unique in his ability, unique in his authority. തന്റെ അധികാരത്തിൽ, തന്റെ പ്രാപ്തിയിൽ, തന്റെ കഴിവിൽ. എന്താ യേശുവിന്റെ ഏറ്റവും വലിയ കഴിവ്, ഏറ്റവും വലിയ പ്രാപ്തി? The utmost authority Christ holds. വീണ്ടെടുപ്പുകാരൻ. വീണ്ടെടുപ്പുകാരൻ. യെസ്, അതാണ് കൃത്യമായിട്ടുള്ളത്. ടു അതോറിറ്റി ടു ഫോർഗീവ് സിൻസ്. പാപങ്ങളെ ക്ഷമിപ്പാനുള്ള അധികാരം. സ്തോത്രം. മറ്റാർക്കുമില്ലാത്ത അധികാരമാണ്, കഴിവാണ്. സ്തോത്രം. പാപങ്ങളെ മോചിപ്പാൻ ഉള്ളത്. മർക്കോസ് 2:10. സ്തോത്രം. മാർക്ക് 2:10. അതൊന്ന് വായിച്ചേരാ, സമയം നമ്മുടെ തീരാൻ പോകുന്നു. എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. സ്തോത്രം. ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെയും ഏറ്റവും വലിയ അധികാരം പാപങ്ങളെ മോചിക്കാനുള്ള അധികാരമാണ്. സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്യാൻ പലരെയും കിട്ടും, പലരെയും കാണാം. റോഡരികിൽ നിന്ന് പോലും മനുഷ്യന്റെ കണ്ണ് കെട്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അവരുടെ പോക്കറ്റിൽ വരുന്നതായിട്ട് വഴി നിൽക്കുന്ന, തമാശ കാണിക്കുന്ന ആൾക്കാര്. നോട്ടങ്കി എന്ന് നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ പറയും. നോട്ടങ്കിക്കാർ കാണിക്കും. അത്ഭുതങ്ങളെ കാണിക്കാൻ ധാരാളം പേരുണ്ട്. പക്ഷെ പാപങ്ങളെ ക്ഷമിപ്പാൻ ആരുമില്ല. വേണേ ക്യാൻസർ മാറ്റിത്തരും, മരിച്ചവരെ ഉയർപ്പിച്ചതുപോലെ അത്ഭുതങ്ങൾ ചെയ്യാം. പക്ഷേ പാപങ്ങളെ ക്ഷമിപ്പാൻ ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും അധികാരമില്ല. സ്തോത്രം. അടുത്തതാണ് യുണീക്ക് ഇൻ ഹിസ് എക്സിസ്റ്റൻസ്. തന്റെ ആസ്തികതയിൽ താൻ നിസ്തുലനാണ്. ആസ്തിക്യത്തിൽ ക്രിസ്തുവിന്റെ നിസ്തുലത. സ്തോത്രം. യുണീക്ക് ഇൻ ഹിസ് എക്സിസ്റ്റൻസ്. സ്തോത്രം. ഫിലിപ്പ് ലേഖനം 2:6 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ആസ്തികത. സ്തോത്രം. അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ അറിയപ്പെട്ടവനെന്ന്
നമ്മൾ മുമ്പേ 1 പത്രോസ് 1:20 വായിച്ചു. ഫിലിപ്പ് ലേഖനം 2:6 തൊട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു ദൈവമായിരുന്നു. തൻ്റെ അസ്തിത്വം നിത്യനായവൻ, അനാദിയായിരുന്നവൻ, സ്തോത്രം, മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത മഹത്വമാണ് ക്രിസ്തുവിൻ്റേത്, തൻ്റെ ആസ്തികതയുമായുള്ള ബന്ധത്തിൽ. സ്തോത്രം. മറ്റൊന്നാണ് യുണീക്ക് ഇൻ ഹിസ് റെയിൻ. സ്തോത്രം. തൻ്റെ വാഴ്ചയിൽ താൻ നിസ്തുലനാണ്. തൻ്റെ വാഴ്ചയിൽ, ഇൻ ഹിസ് റെയിൻ. സ്തോത്രം. ബിക്കോസ് ഹീ അലോൺ റെയിൻസ് ഫോർ എവർ. നമ്മൾ മുമ്പേ കണ്ടതുപോലെ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്ന, നിത്യരാജ്യം സ്ഥാപിക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. സ്തോത്രം. ഹീബ്രൂസ് 1:8, എബ്രായർ 1:8 വാക്യത്തിൽ നമ്മത് കാണുന്നു. സ്തോത്രം. ബാക്കിയെല്ലാം മാറിപ്പോകും. മാറിപ്പോകാത്തവനായി നിത്യനായി നിലനിൽക്കുന്നവൻ നമ്മുടെ കർത്താവ് മാത്രം. പ്രൈസ് ഗോഡ്. ഇങ്ങനെ പറഞ്ഞാൽ no one in history is like our Lord Jesus Christ. He alone deserves our trust, and he alone is the path to God. നമുക്ക് ആശ്രയിപ്പാൻ കൊള്ളാവുന്ന, നമ്മെ ദൈവത്തിങ്കിലേക്ക് എത്തിപ്പാൻ കഴിയുന്ന ഏകനായവൻ നമ്മുടെ കർത്താവായ യേശു മാത്രമാണ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുറ്റുമായി ഈ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം, വിശ്വസിച്ചേൽപ്പിക്കാം. എന്ത് വിഷയമായാലും അതിന്മേൽ പരിഹാരം തന്ന് നമ്മെ ജയത്തോടെ ഇളകാത്ത രാജ്യത്തിൽ കൊണ്ടെത്തിക്കുവാൻ മതിയായവൻ, തന്നോട് കൂടെ ഇരുത്തുവാൻ പ്രാപ്തനായവൻ. നമുക്ക് മറ്റെങ്ങും ഒന്നിനും വേണ്ടി അലയേണ്ടതില്ല. സ്തോത്രം. പാട്ടുകാരൻ പറയുന്നത് പോലെ ഒന്നിനും വേണ്ടി വേറെ എങ്ങും നമുക്കിനി പോകേണ്ടതില്ല. സ്തോത്രം. സകലവും നമുക്ക് കർത്താവിൽ ലഭ്യമാണ്, സാധ്യമാണ്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായും ഈ കർത്താവിൽ ആശ്രയിക്കാം. ഈ നിസ്തുലനായ യേശുവിനെ നമ്മുടെ കർത്താവായി, നമ്മുടെ രക്ഷിതാവായി, നമ്മുടെ ദൈവമായി നമുക്ക് ലഭിച്ചു. ഈ ദൈവത്തിൻ്റെ മക്കളാകുവാൻ, ഈ ക്രിസ്തുവിൻ്റെ അനുയായികളാകുവാൻ, ശിഷ്യരാകുവാൻ ദൈവം നമുക്ക് മഹാഭാഗ്യം നൽകി. ആകയാൽ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ അഭിമാനത്തോടെ ഏൽപ്പിച്ച് ആ കർത്താവിൻ്റെ എത്രയും വേഗം നടക്കാനിരിക്കുന്ന വരവനായിട്ട് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.